മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 30 ശനി. CBSE പരീക്ഷാ ഫലനിർണയത്തിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളും വരുത്തിവെച്ച സാങ്കേതിക പിഴവുകളും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പരാജയങ്ങളും ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വെറും വാക്കാവരുത്, ഉത്തരവാദിത്തമേൽക്കൽ. 12ാം ക്ലാസ് പരീക്ഷ ഫലനിർണയത്തിനായി പുതിയതായി ഏർപ്പെടുത്തിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് OSM രീതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ സ്ക്രീൻ വഴി നോക്കിയാണ് ഇക്കുറി അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തിയത്. ഇതിനായി 17 ലക്ഷം വിദ്യാർത്ഥികളുടെ പരീക്ഷാ കടലാസുകൾ ഏകദേശം 40 കോടിയോളം പേജുകൾ സ്കാൻ ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഡിജിറ്റൽ വൽക്കരണം കാര്യങ്ങൾ കൂടുതൽ എളുപ്പവും കൃത്യവുമാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ CBSE മൂല്യനിർണ്ണയത്തിൽ ഫലം വിപരീതമായിരുന്നു. വ്യക്തമായി സ്കാൻ ചെയ്യാതെയും ശരിയുത്തരം എഴുതിയവർക്ക് മാർക്ക് നൽകാതെയും കുട്ടികളെ കണക്കറ്റ് ദ്രോഹിച്ചു. നന്നായി പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഗണ്യമായി കുറഞ്ഞു. പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയപ്പോഴാണ് ഡിജിറ്റൽ വൽക്കരണത്തിന്റെ താളപ്പിഴ വ്യക്തമായത്. പണമടച്ച പലർക്കും ഉത്തരക്കടലാസ് ലഭിച്ചില്ല. പല വിദ്യാർത്ഥികളുടെയും പേര് ലഭിച്ചത് മറ്റാരോ എഴുതിയ പേപ്പറുകളാണ്. ഒരു ചോദ്യത്തിന്റെ ഉത്തരം 2 പേജുകളിലായി കൃത്യമായി എഴുതിയ വിദ്യാർത്ഥിക്ക് ആദ്യ പേജിൽ എഴുതിയതിന് മാത്രം മാർക്ക് നൽകിയ സംഭവങ്ങളും ഉണ്ടായി. ചരിത്രത്തിൽ ആദ്യമായാണ് വിപുലമായ രീതിയിൽ ഇவ்விധം ഒരു മൂല്യനിർണ്ണയ രീതി നടപ്പാക്കുന്നതെന്നും സാങ്കേതിക പിഴവ് മൂലമാണ് വിദ്യാർത്ഥികൾക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടായതെന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത്. ആ വിശദീകരണം ന്യായവും വിശ്വാസയോഗ്യവുമാണെന്ന് കരുതുന്നവരുണ്ടാകാം. എന്നാൽ പ്രീ സ്കൂളിലെ 2 വർഷം ഉൾപ്പെടെ 14 വർഷത്തെ പഠനത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളുമായി കാത്തുനിൽക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇത് കൊടും ചതിയായി മാത്രമേ കാണാൻ സാധിക്കൂ. ഒരു മാർക്കിന്റെ കയറ്റിറക്കം പോലും ഉപരിപഠന സാധ്യതകളെ നിർണായകമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചു. പിഴവുകൾക്കെതിരെ പ്രതിഷേധമുയർത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന രീതിയിൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മന്ത്രി പറയുന്നുണ്ട്. പോർട്ടലിന്റെ സാങ്കേതിക തകരാറുകളും സെർവർ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി IIT മദ്രാസ്, IIT കാൺപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിക്കുന്നു. അവിടെ മന്ത്രി മറുപടി പറയേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. സാങ്കേതിക ക്രമീകരണങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സജ്ജമെന്ന് ഉറപ്പായ ശേഷം മാത്രം നടപ്പിൽ വരുത്തേണ്ട സമ്പ്രദായം ഇത്ര തിരക്കിട്ട് നടപ്പാക്കി പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ അഗ്നിപരീക്ഷയിലേക്കും ഒടുങ്ങാത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിയിടണമെന്നത് ആരുടെ വാശിയായിരുന്നു? ഫിസിക്സിന്റെ ഉത്തരക്കടലാസിന് അപേക്ഷിച്ചിട്ട് മറ്റൊരു കടലാസ് ലഭിച്ച കാര്യം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിന്റെ പേരിൽ ഡൽഹിയിലെ വേദാന്ത് എന്ന വിദ്യാർത്ഥിക്ക് കേൾക്കേണ്ടി വന്നത് പാകിസ്ഥാനി എന്ന വിളിയാണ്. അതും രാജ്യത്തെ ഔദ്യോഗിക മാധ്യമമായ ദൂരദർശനിലെ വാർത്താ അവതാരകനിൽ നിന്ന്. സർക്കാർ വരുത്തിയ ഒരു കൊടും പിഴവ് ചൂണ്ടിക്കാട്ടുന്ന വിദ്യാർത്ഥിയെ പാകിസ്ഥാനി എന്ന് അപഹസിച്ച് അടിച്ചിരുത്താൻ ഒരുമ്പെടുന്നത് രാഷ്ട്രീയവൽക്കരണമല്ല, ക്രിമിനൽ രാജ്യദ്രോഹമാണ്. ഏറ്റവും മോശമായ രീതിയിൽ നീറ്റ് പരീക്ഷ നടത്തി നാണം കെട്ട് നിൽക്കുന്ന സർക്കാർ ആ പിഴവിന് ഇനിയും വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ ചുരുങ്ങിയത് 5 വിദ്യാർത്ഥികളെങ്കിലും ജീവിതം അവസാനിപ്പിച്ചു. ആ കുട്ടികളുടെ മരണത്തിന് ഭരണകൂടം മാത്രമാണ് ഉത്തരവാദി. അതിനിടയിലാണ് അടുത്ത കെടുകാര്യസ്ഥത പരസ്യപ്പെടുന്നത്. ഇതെല്ലാം മൂലം ആശങ്കയുടെയും മാനസിക ആഘാതങ്ങളുടെയും പരകോടിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. എത്ര കഠിനാധ്വാനം ചെയ്താലും ഈ വ്യവസ്ഥിതിയും രാജ്യവും നമ്മെ തോൽപ്പിച്ചു കളയുമെന്ന തോന്നലിലേക്ക് അവരെ കൊണ്ടെത്തിച്ചവർ ആരായാലും രാജ്യത്തിന്റെ ഭാവിയോട് കൊടിയ ക്രൂരതയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും മാപ്പ് പറയാനും മന്ത്രിയോ പരീക്ഷ നടത്തിപ്പ് ഏജൻസികളോ തയ്യാറാകുമോ? മാധ്യമം പോഡ്കാസ്റ്റ്.